everyone, welcome to Master Key Academy. ഇന്നത്തെ സെഷനിൽ നമ്മൾ ICDS സൂപ്പർവൈസർ എക്സാമിൻ്റെ ഹോം സയൻസിൽ വന്നേക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The preschool curriculum integrates all domains of development through three broad goals. 3 ഗോൾസിലൂടെയാണ് പ്രീസ്കൂൾ കരിക്കുലം ഇൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗോൾ ഓഫ് പ്രീസ്കൂൾ കരിക്കുലം? പ്രീസ്കൂൾ കരിക്കുലത്തിൻ്റെ ഗോൾ അല്ലാത്തതായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻ ലേൺ ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് അറ്റ് ഡിഫറെൻറ്റ് പേസ്. കുട്ടികൾ പല രീതിയിലും പല സ്പീഡിലുമാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നതാണ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചിൽഡ്രൻ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. കുട്ടികൾ നല്ല ഹെൽത്തും അതേപോലെ തന്നെ ബെറ്റർ ഹെൽത്തും വെൽബീയിങ്ങും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രീസ്കൂൾ കരിക്കുലം ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ചിൽഡ്രൻ ബിക്കം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ്. സോ പ്രീസ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രീസ്കൂൾ കരിക്കുലത്തിലൂടെ കുട്ടികൾ നല്ല കമ്മ്യൂണിക്കേറ്റേഴ്സ് ആകും എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ ഓപ്ഷൻ ചിൽഡ്രൻ ആർ ഇൻവോൾവ് ലേണേഴ്സ് ആൻഡ് കണക്ട് വിത്ത് ദെയർ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ്. എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ലേണേഴ്സ് ആണ് കുട്ടികളെന്ന് പറയുന്നത് എന്നും കുട്ടികൾ അവരുടെ ഇമ്മീഡിയറ്റ് എൻവയോൺമെന്റ് തൊട്ടായിട്ട് നിൽക്കുന്ന ചുറ്റുപാടുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുമാണ് നാലാമത്തെ ഓപ്ഷൻ കൊടുത്തേക്കുന്നത്. സോ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷനാണ് ഈ പ്രീസ്കൂൾ കരിക്കുലത്തിൻ്റെ ഗോൾ അല്ലാതെ വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ആൻസർ നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് എ ഡിസ്ക്രൈബ്സ് എ ടീച്ചിങ് പ്രിൻസിപ്പിൾ. കുട്ടികൾ പല രീതിയിലും പല സ്പീഡിലും പഠിക്കുന്നു അല്ലെങ്കിൽ പല പേസിലും പഠിക്കുന്നു എന്നുള്ളത് ഇറ്റ് ഈസ് എ ടീച്ചിങ് പ്രിൻസിപ്പിൾ, ഒരു പെഡഗോജിക്കൽ അപ്രോച്ചാണ്. ആൻഡ് ഇതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കണം, ഓരോ കോൺസെപ്റ്റ് എത്തിച്ചു കൊടുക്കണം എന്നൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് നോട്ട് വാട്ട് ചിൽഡ്രൻ ഷുഡ് അച്ചീവ്. അപ്പം എന്താണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എന്ത് പഠിപ്പിച്ചു കൊടുക്കണ്ട, എന്ത് മാത്രം പഠിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ചിൽഡ്രൻ ലേൺ ഇൻ ഡിഫറെൻറ്റ് വേസ് ആൻഡ് ഡിഫറെൻറ്റ് പേസിലൂടെയാണ്. സോ അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഗോൾ ഓഫ് പ്രീ സ്കൂൾ കരിക്കുലം ബേസ്ഡ് ഓൺ ദി ഡൊമൈൻ ഓഫ് ഡെവലപ്മെൻറ്റ്. പക്ഷേ ബാക്കി 3 എണ്ണം, അതായത് ചിൽഡ്രൻ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ആണ്, ദേ ആർ ഇൻവോൾവ് ലേണേഴ്സ് എന്നൊക്കെ പറയുന്നത് ദേ ആർ ദി ആക്ച്വൽ ഗോൾസ് ഓർ ഔട്ട്കംസ് ഓഫ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ. And it ensures the well-being and developing communication and promote active learning. ഈ ബാക്കി 3 ഓപ്ഷൻസ്, അതായത് ബിയും സിയും ഡിയും ഒറിജിനൽ ഗോൾസ് ആണ് താനും. അതേപോലെ തന്നെ കുട്ടികളുടെ പ്രീ സ്കൂൾ കരിക്കുലത്തിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വെൽബീയിങ്ങിനെ എൻഷുർ ചെയ്യുന്നു, അതേപോലെ കമ്മ്യൂണിക്കേറ്റേഴ്സായി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ ആക്റ്റീവ് ലേണിംഗ്, ഇൻവോൾവ് ലേണേഴ്സ് ആവാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. സോ ഫസ്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ് ഇതിൽ നോട്ട് എ ഗോൾ ഓഫ് പ്രീ സ്കൂൾ കരിക്കുലമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ? പ്രീ സ്കൂൾ ചിൽഡ്രൻ അതായത് 3 to 6 years ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ നേടുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ ഫീച്ചർ അല്ലാത്ത, ക്യാരക്ടറിസ്റ്റിക് അല്ലാത്ത കാര്യം ഏതാണ്? ഒന്ന്, children learn by imitation. Children learn by imitation. കുട്ടികൾ പഠിക്കുന്നത് ഇമിറ്റേഷനിലൂടെയാണ്, മറ്റുള്ളവരെ കണ്ടാണ് പ്രീ സ്കൂൾ ചിൽഡ്രൻ പഠിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് വൺ, children are motivated when given opportunities and encouragement. എൻകറേജ്മെൻറ്റും ഓപ്പർച്യൂണിറ്റീസും കുട്ടികൾക്ക് കൊടുക്കുന്നതനുസരിച്ച് പ്രീ സ്കൂൾ ചിൽഡ്രൻ നന്നായിട്ട് മോട്ടിവേറ്റഡ് ആകും, അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചും കൂടി കിട്ടുന്നതനുസരിച്ച് അവർ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്.
abstract thinking are developed in preschool children. Preschool children അല്ലെങ്കിൽ childrenൽ abstract thinking, നമ്മുടെ preschool childrenനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. സോ ഈ ചിൽഡ്രൻ preschool childrenന് abstract concept അല്ലെങ്കിൽ abstract thinking possibility ഉണ്ട്. നാലാമത്തത് ചിൽഡ്രൻ ആർ സെൽഫ് സെൻറ്റേർഡ്. സെൽഫ് സെൻറ്റേർഡിന് മറ്റൊരു ടേം ഈഗോസെൻട്രിക് എന്നൊക്കെ പറയാം. ഈഗോസെൻട്രിക് ആൻഡ് സീ എവറിത്തിങ് ഫ്രം ദിയർ ഓൺ പോയിന്റ് ഓഫ് വ്യൂ. കുട്ടികൾ ഭയങ്കര ഈഗോസെൻട്രിക് ആണ്, പ്രത്യേകിച്ച് ഈ പ്രീ സ്കൂൾ ഏജിലുള്ള കുട്ടികൾ ഭയങ്കര ഈഗോസെൻട്രിക് ആണ്, അല്ലെങ്കിൽ സെൽഫ് സെൻറ്റേർഡ് വ്യൂ ആണ് അവർക്കുള്ളത് എന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് പ്രീ സ്കൂൾ ചിൽഡ്രന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ അല്ലാത്തത്? ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്യാജയുടെ തിയറി പഠിച്ചിരുന്നു. പ്യാജയുടെ തിയറിക്കകത്ത് നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നതാണ് തേർഡ് സ്റ്റേജ് വരുന്നത്. അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്നത് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. പക്ഷെ പ്രീ സ്കൂൾ ചിൽഡ്രൻ വരുന്നത് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്, അല്ലേ? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് പ്യാജയുടെ തിയറി അനുസരിച്ച് കുട്ടികൾ ഈ പ്രീ സ്കൂൾ ചിൽഡ്രൻ വരുന്നത്. So preschool children are not capable of abstract thinking because their thinking is still concrete. അവർക്ക് ബേസിക് ആയിട്ട് കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് കോൺസെപ്റ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ദേ വോണ്ട് എക്സ്പീരിയൻസസ്. അവർക്ക് കണ്ട് കേട്ട് എക്സ്പീരിയൻസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ അക്കോർഡിംഗ് ടു പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് അബ്സ്ട്രാക്ട് തിങ്കിങ് ഡെവലപ്സ് ലേറ്റർ. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് പറയുന്നത് എന്താണ്? അവർക്ക് അബ്സ്ട്രാക്ട് തിങ്കിങ് ഇല്ല, ലേറ്റർ സ്റ്റേജസ് ഓഫ് ലൈഫിലാണ് അവർക്കത് ഡെവലപ്പ് ആവുന്നത്. പ്യാജയുടെ തിയറി അനുസരിച്ച് അത് വരുന്നത് എവിടെയാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണ്. ഈ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് തിങ്കിങ് വരുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 11+ ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. 11 വയസ്സിന് മുകളിലേക്കാണ് ഈ അബ്സ്ട്രാക്ട് തിങ്കിങ് വരത്തുള്ളൂ. അപ്പൊ അത് കാരണം ഓപ്ഷൻ സി ആണ് ഇവിടെ നമുക്ക് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ ദ ആൻസർ ഇസ് അബ്സ്ട്രാക്ട് തിങ്കിങ് ആർ ഡെവലപ്ഡ് ഇൻ ചിൽഡ്രൻ എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. Next question. A teacher marked the grading of a child to support the learning and development as achieves the learning outcomes with teachers support in the given time frame. ടീച്ചേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി ഇന്ന ടൈം ഫ്രെയിമിൽ കുട്ടിക്ക് ഒരു കാര്യം അറ്റൈൻ ചെയ്യാം എന്നാണ് ടീച്ചർ റിപ്പോർട്ട് കാർഡിൽ അല്ലെങ്കിൽ ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ വന്നപ്പം കമന്റ് ആക്കി എഴുതിയിട്ടുള്ളത്. സോ വാട്ട് ഈസ് ദ ചൈൽഡ്സ് കറന്റ് സ്റ്റേജ് ഇൻ ദ ലേണിംഗ് ട്രാജക്ടറി? ലേണിംഗ് പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ കുട്ടിയുടെ ലെവൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഒരു ബിഗിനർ ആണോ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രസിങ് സ്റ്റേജ് ആണോ, അതായത് ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളോ, അല്ലെങ്കിൽ പ്രൊഫഷൻ്റ് ആണ്, ലൈക്ക് അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ട് എന്നുള്ള ലെവലാണോ? അല്ല, വളരെയധികം നോളജ് ഉണ്ട്, അഡ്വാൻസ് ലെവലാണ്, ഒരു എക്സ്പേർട്ട് ആണെന്നുള്ളതാണോ? അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ലെറ്റ് us see. ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഏതായിരുന്നു? പ്രോഗ്രസിംഗ് ആയിരുന്നു. When a child can complete task only with the teacher's support, it shows partial understanding but not independence. ഒരു കുട്ടിക്ക് ടീച്ചറുടെ സപ്പോർട്ടോട് കൂടി മാത്രമാണ് ഒരു ടാസ്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപെൻഡൻസ്, ഒറ്റയ്ക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. എന്നാൽ ടീച്ചറുടെ സപ്പോർട്ടോട് കൂടി കുട്ടി ആ ടാസ്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താ, ഡെവലപ്പ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ദിസ് ഫിക്സ് ടു ദി പ്രോഗ്രസിംഗ് stage which lies between the beginner with no ability and proficient with an independent performance. Independent performance ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ്റിൻ്റെയും നോ എക്സ്പീരിയൻസ് ഉള്ള ഒരു കുട്ടിയുടെയും, അതായത് ബിഗിനറിനെയും ഇടയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജായ പ്രോഗ്രസിംഗ് സ്റ്റേജിലാണ് ഈ പറയുന്ന ടീച്ചർ കമന്റ് ചെയ്തേക്കുന്ന കുട്ടി നിൽക്കുന്നത്. സോ ദ ആൻസർ ഇസ് പ്രോഗ്രസിംഗ്. ക്ലിയർ ആണോ? ഓക്കെ. Next question. Which among the following statements related to preschool education is correct?
പ്രീ സ്കൂൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആയിട്ട് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ ഇസ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രിപ്പയർ ചിൽഡ്രൻ ഫോർ ഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഒരു കർത്തവ്യം എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഇസ് എ റിസൾട്ട് ഓറിയന്റഡ് പ്രോഗ്രാം. പ്രീ സ്കൂൾ എഡ്യൂക്കേഷന് എപ്പോഴും റിസൾട്ട് എന്താണ്, ഗ്രേഡ് എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ്സ് എ കണ്ടക്റ്റീവ് എൻവിറോൺമെന്റ് ഫോർ ദി ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിന് ഒരു കണ്ടക്റ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സഹായിക്കുന്നു എന്നുള്ളതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പം ഇതിനകത്ത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1 ഉം 2 ഉം മാത്രമാണോ, 2 ഉം 3 ഉം മാത്രമാണോ, അതോ 1 ഉം 3 ഉം മാത്രമാണോ, അതോ 1 ഉം 2 ഉം 3 ഉം കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ നോക്കാം. ദ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് കറക്റ്റ് ആയത്? പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ മെയിൻലി ഫോക്കസസ് ഓൺ preparing the children for school and supporting overall development as social, emotional, physical growth. ഫിസിക്കൽ ഗ്രോത്തിനെയും സോഷ്യൽ ഗ്രോത്തിനെയും ഇമോഷണൽ ഗ്രോത്തിനെയും ഒരുപോലെ ഇംപ്രൂവ് ചെയ്യാനും സ്കൂൾ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷന് കുട്ടിയെ വളർത്തിയെടുക്കുവാനും ഈ പറയുന്ന പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിസൾട്ട് ഓറിയന്റഡ്. ഒരു ഗ്രേഡ് സിസ്റ്റം, ഈ കുട്ടിക്ക് ഇത്ര ഗ്രേഡ് കിട്ടണം, ഇത്ര റിസൾട്ട് കിട്ടണം എന്നതാണോ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഫോക്കസ്? അല്ല. ദർ ഇസ് നോ എക്സാമിനേഷൻ. ഒരു നല്ല പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ ഒരു ഗ്രേഡിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫോർമൽ എക്സാമിനേഷൻ സിസ്റ്റം ഒന്നും ഉണ്ടാവില്ല. നോ ഫോർമൽ എക്സാമിനേഷൻ ഉണ്ടാവില്ല. ഓൺലി പെർഫോമൻസ് ബേസ്ഡ് ഔട്ട്കംസ്. പെർഫോമൻസ് ജനറലി നോക്കും, പക്ഷെ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രേഡിങ്ങോ റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. സോ 1 and 2 are the correct answers. Okay, preschool education prepares children for formal education and preschool education provides conducive environment for the overall development of the child. So answer ഏതാണ്? Option C. Okay. ഇനി next question. National Education Policy 2020 നെ ബേസ് ചെയ്തിട്ടാണ്. According to the National Education Policy 2020, the foundation stage covers children of the age. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അഥവാ NEP 2020 പ്രകാരം ഫൗണ്ടേഷൻ സ്റ്റേജ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കവർ ചെയ്തിരിക്കുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെയാണ്? 0 to 6 ആണോ, 3 to 6 ആണോ, 6 to 8 ആണോ, 3 to 8 ആണോ? ഇതാണ് നമ്മുടെ ചോദ്യം. The answer is B, that is 3 to 8. National Education Policy combines preschool years with 1 and 2 classes and ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് സ്റ്റേജ് ആയിട്ടാണ് NEP കൺസിഡർ ചെയ്യുന്നത്. അതായത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും 3 to 6 ഇയേഴ്സ്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും 6 to 8 ഇയേഴ്സ് കാലഘട്ടമായ ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ടുഗെദർ അവരെന്ത് വിളിച്ചു? ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് വിളിച്ചു. സോ NEP അനുസരിച്ച് ഫൗണ്ടേഷൻ സ്റ്റേജിന്റെ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് 3 to 8 years. Okay. Next question. Play-based learning in which children lead the activity but adults actively facilitate the play activity is known as guided play, free play, structured play or directed play. അതായത് പ്ലേ ബേസ്ഡ് ലേണിംഗിൽ കളികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലേണിംഗ് പ്രോസസ്സിൽ ചിൽഡ്രൻ ആക്ടിവിറ്റി ലീഡ് ചെയ്യുകയാണ്. പക്ഷേ അഡൽട്സ് ഈ
പാസീവ്ലി അല്ലെങ്കിൽ അഡൽട്സ് മാറിയിരുന്ന് അല്ലെങ്കിൽ അഡൽട്സ് പാസീവ് അല്ലാതെ ആക്റ്റീവായിട്ട് കുട്ടികളുടെ ആക്ടിവിറ്റീസിൽ പ്ലേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന പ്ലേ ബേസ്ഡ് ലേണിംഗ് മെത്തേഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആക്റ്റീവ്ലി ഫെസിലിറ്റേറ്റിംഗ് അഡൽട്സ് ഉണ്ടാവും, എന്നാൽ കുട്ടികളായിരിക്കും ആക്ടിവിറ്റി ലീഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളത് ഗൈഡഡ് പ്ലേ ആണോ, ഫ്രീ പ്ലേ ആണോ, സ്ട്രക്ചർഡ് പ്ലേ ആണോ, ഡയറക്റ്റഡ് പ്ലേ ആണോ? ഓക്കെ, ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, ഗൈഡഡ് പ്ലേ. ഗൈഡഡ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈൽഡ് ഇസ് ആക്റ്റീവ്ലി ലീഡിങ് ദി ആക്ടിവിറ്റി. പ്ലേ ആക്റ്റീവായിട്ട് ലീഡ് ചെയ്യുന്നത് ആരാണ്? കുട്ടിയാണ് അല്ലെങ്കിൽ കുട്ടികളാണ്. പക്ഷേ അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം അവർ ജസ്റ്റ് സപ്പോർട്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഗൈഡിങ് സിസ്റ്റം മാത്രമായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ആവശ്യമെങ്കിൽ അവർ ഇടപെടും. ഓക്കെ, ദിസ് ബാലൻസ് ഹെൽപ്സ് ചിൽഡ്രൻ ലേൺ വിത്തൗട്ട് റെസ്ട്രിക്റ്റിംഗ് ദി ചൈൽഡ്സ് ക്രിയേറ്റിവിറ്റി. കുട്ടികളുടെ ക്രിയാത്മകമായ എബിലിറ്റിയെ തളർത്താതെ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റ് ചെയ്യാതെ ഒരു ബാലൻസ് ലേണിങ്ങിൽ കീപ്പ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഗൈഡിങ് പ്രോസസ് അല്ലെങ്കിൽ ഗൈഡിങ് പ്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ് റിഗാർഡിംഗ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ? പ്രീ സ്കൂൾ എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? Every child is capable of learning regardless of circumstances of birth and background. ബർത്തിനും ബാക്ക്ഗ്രൗണ്ടിനെയും നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ബർത്തിൻ്റെയും ബാക്ക്ഗ്രൗണ്ട്, അതായത് ജീവിത സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ജനിച്ച സാഹചര്യങ്ങളോ ഒന്നും കൺസിഡർ ചെയ്യാതെ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. Children are natural researchers with great observation skills. കുട്ടികൾ എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഒബ്സർവ് ചെയ്ത് അവർ നാച്ചുറൽ ആയിട്ട് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ എൻവിറോൺമെന്റിനെ എക്സ്പ്ലോർ ചെയ്യുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ആളുകളാണ് എന്ന് പറയുന്നു. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ചിൽഡ്രൻ ലേൺ ബെസ്റ്റ് വെൻ ദേ ആർ റെസ്പെക്റ്റഡ്, വാല്യൂഡ് ആൻഡ് ഫുള്ളി ഇൻവോൾവ് ഇൻ ദി ലേണിംഗ് പ്രോസസ്. കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടുകയും വാല്യൂ ചെയ്യപ്പെടുകയും അതേപോലെ അവർ ഫുള്ളി ഇൻവോൾവ് ആവുമ്പോഴുമാണ് കുട്ടികൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ലേൺ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. ഇതിൽ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നുള്ളതാണ്. 1ഉം 2ഉം മാത്രമാണോ, 1ഉം 3ഉം ആണോ, അല്ലെങ്കിൽ 2ഉം 3ഉം ആണോ, അല്ലെങ്കിൽ ഓൾ ഓഫ് ദി അബവ് ആണോ? സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണ് അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. മോഡേൺ ആയിട്ടുള്ള പ്രീ സ്കൂൾ ഫിലോസഫീസ് എടുത്തു കഴിഞ്ഞാൽ ചിൽഡ്രൻ എപ്പോഴും ആക്റ്റീവായിട്ട് ലേൺ ചെയ്യുന്നവരാണ്. ആൻഡ് ദേ ഹാവ് ദ കപ്പാസിറ്റി ടു എക്സ്പ്ലോർ. അവർക്ക് തൻ്റെ ചുറ്റുപാടുകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ലേണിംഗ് ബെസ്റ്റ് ആയിട്ട് ഒക്കർ ചെയ്യുക എപ്പോഴാണ്? ഒരു സപ്പോർട്ടീവും റെസ്പെക്ട്ഫുള്ളും വാല്യൂഡ്, അവർ വാല്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു എൻവിറോൺമെന്റിലാണ് അവരുടെ ലേണിംഗ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നടക്കുന്നത്. സോ ആൻസർ ഡി, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Intrauterine growth restriction IUGR is most closely associated with which of the following maternal nutritional deficiency? Intrauterine growth restriction വരുന്നത് എന്തുകൊണ്ടാണ്? ഏത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, മദറിൽ വരുന്ന ഏത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടാണ് IUGR വരുന്നത്? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണോ, omega-6 ഫാറ്റി ആസിഡ് ഡെഫിഷ്യൻസി ആണോ, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ആണോ, അതോ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ആണോ? ഓക്കെ, ലെറ്റ്സ് സീ ദ ആൻസർ. ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Intrauterine restriction occurs when fetus does not grow properly, mainly due to poor maternal nutrition. അമ്മ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ ഫുഡ് എടുക്കാതിരിക്കുമ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള എനർജി, പ്രോട്ടീൻ ഒന്നും നമ്മുടെ ബോഡിയിലേക്ക്, അമ്മയുടെ ബോഡിയിലേക്ക് എത്താതെ വരുമ്പോഴാണ് IUGR പോലെയുള്ള കണ്ടീഷൻസ് വരിക. ആൻഡ് പ്രോട്ടീൻ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ടിഷ്യൂ ഗ്രോത്ത് ആൻഡ് സോ ഇറ്റ് ഇസ് ഡെഫിഷ്യൻസി ഡയറക്ട്ലി എഫക്ട്സ് ദി ഫീറ്റൽ ഡെവലപ്മെന്റ്. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ടിഷ്യൂ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ടിഷ്യൂ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഫീറ്റൽ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, പ്രോട്ടീൻ ഡെഫിഷ്യൻസി.
Okay. Next question. Which strategy is most effective in preventing iron deficiency anemia in children? അയണിന്റെ ഡെഫിഷ്യൻസി കണ്ട് വരുന്ന അനീമിയ എന്ന കണ്ടീഷൻ കുട്ടികളിൽ വരാതിരിക്കാനായിട്ട് നമുക്ക് ഏത് പ്രിവെന്റീവ് മെഷറാണ് എടുക്കാൻ പറ്റുന്നത്? ഒന്ന്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ് വിത്ത് അയൺ. ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ് വിത്ത് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന സ്റ്റേപ്പിൾ ഫുഡ്സ് സീരിയൽസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് അയൺ ഫോർട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അയണിന്റെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോർട്ടിഫിക്കേഷൻ പ്രോസസ്സ് നടത്തിയിട്ട് ആ ഫുഡ് കൊടുക്കുന്നത് വഴി കുട്ടികൾക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ കുറയ്ക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഷുഗർ ഇൻടേക്ക് കുറച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാതിരിക്കുമോ? അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കുകയാണെങ്കിൽ കുട്ടിക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാതിരിക്കുമോ? അപ്പൊ ഇതിൽ ഏത് സ്ട്രാറ്റജിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കുട്ടികളിൽ കൊടുക്കാൻ പറ്റുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാതിരിക്കാനായിട്ട്? എന്തായിരിക്കും ആൻസർ? ആൻസർ ഇസ് ഫോർട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റേപ്പിൾ ഫുഡ്സ് വിത്ത് അയൺ. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ഫോർട്ടിഫിക്കേഷൻ ഓഫ് കോമൺ ഫുഡ്സ് എൻഷുവേഴ്സ് ദാറ്റ് ലാർജ് പോപ്പുലേഷൻ റിസീവ്സ് ഇനഫ് അയൺ റെഗുലർലി. ഒരുപാട് കുട്ടികളിലേക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാതിരിക്കാനായിട്ട് ഫുഡിൽ അയണിന്റെ ഇൻകോപ്പറേഷൻ നല്ലതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് എ പ്രിവെന്റീവ് സ്ട്രാറ്റജി ഫോർ അയൺ ഡെഫിഷ്യൻസി അനീമിയ കമ്പയർഡ് ടു അതർ ഇൻഡിവിജ്വൽ ലെവൽ മെത്തേഡ്സ്. ഒറ്റയ്ക്ക് ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു മെത്തേഡ്സിനെക്കാളും ഒരു ലാർജ് സ്കെയിലിൽ നോക്കുമ്പോഴത്തേക്കും ഫോർട്ടിഫിക്കേഷൻ വിത്ത് അയൺ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് പറയുന്നത്. സോ ദ ആൻസർ ഇസ് ബി, fortification of staple foods with iron. A deficiency in which nutrient is the primary cause of rickets in children. ഈ ന്യൂട്രിയന്റിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കുട്ടികളിൽ റിക്കറ്റ്സ് എന്ന കണ്ടീഷൻ വരുന്നത് എന്നതാണ് ചോദ്യം. അപ്പൊ ഏതാണ്? വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണോ, ഡിയുടെ ഡെഫിഷ്യൻസി ആണോ, കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണോ, അതോ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി ആണോ? Let's see the answer. Answer വൈറ്റമിൻ ഡി ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ്? വൈറ്റമിൻ ഡി ഹെൽപ്സ് ഇൻ കാൽസ്യം അബ്സോർപ്ഷൻ ആൻഡ് ബോൺ ഫോർമേഷൻ. ബോഡിയിൽ കാൽസ്യം, നമ്മൾ ഫുഡിലൂടെ കാൽസ്യം അകത്തേക്ക് പോയാലും ആ അകത്തേക്ക് പോയ ഫുഡ് കാൽസ്യത്തിന്റെ യൂട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബോൺ ഫോർമേഷന് വൈറ്റമിൻ ഡി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് ഡെഫിഷ്യൻസി ലീഡ്സ് ടു സോഫ്റ്റ് ആൻഡ് വീക്ക് ബോൺസ് കോസിങ് റിക്കറ്റ്സ് ഇൻ ചിൽഡ്രൻ. ബോൺസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആവുകയും ബ്രിട്ടിൽ ആവുകയും അല്ലെങ്കിൽ വീക്ക് ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ റിക്കറ്റ്സ് എന്ന് വിളിക്കുന്നത്. ആ റിക്കറ്റ്സ് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following symptoms is least likely to be associated with vitamin A deficiency in children? വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയുമായി വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൺസിഡർ ചെയ്യുമ്പം ഏറ്റവും ലീസ്റ്റ് ആയിട്ട് സിമിലർ ആയിട്ട് വരുന്ന അതിന്റെ സിംറ്റം ഏതാണ്? ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണോ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണോ, സെറോഫ്താൽമി ആണോ, കെറാറ്റോമെലേഷ്യ ആണോ? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണ്. Delayed wound healing is not a primary symptom, so it is the least related option. Vitamin A deficiency-യുമായിട്ട് least related ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it is delayed wound healing. And vitamin A deficiency mainly affects eyes. ഐസുമായി സംബന്ധിച്ചിട്ടുള്ള പല രോഗങ്ങളും വരുന്നത് vitamin A deficiency കൊണ്ടാണ്, especially night blindness. So answer is A, delayed wound healing. Next question. കാൽസ്യം റിക്വയർമെന്റ് ഡ്യൂറിങ് ലാക്ടേഷൻസ്. ലാക്ടേഷന്റെ ടൈമിൽ, അതായത് അമ്മ മുലയൂട്ടുന്ന സമയത്ത് അവർക്ക് വേണ്ട കാൽസ്യം റിക്വയർമെന്റ് എത്രയാണ്? 500 mg per day, 1500 mg per day, 1200 mg per day and 2000 mg per day. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ സി ആണ്
നമുക്കറിയാം ലാക്ടേഷന്റെ സമയത്ത് അമ്മയെ സംബന്ധിച്ചിടത്തോളം കാൽസ്യത്തിന്റെ റിക്വയർമെന്റ് ഭയങ്കര കൂടുതലാണ്. ഒരു എക്സ്ട്രാ കാൽസ്യം റിക്വയർമെന്റ് ഇസ് ദെയർ ടു സപ്പോർട്ട് ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് കാൽസ്യത്തിന്റെ സപ്പോർട്ട്, എക്സ്ട്രാ കാൽസ്യത്തിന്റെ സപ്പോർട്ട് ആവശ്യമാണ്. സോ ഇറ്റ് ഇസ് റിക്വയർഡ് ഇൻ ഇൻക്രീസ്ഡ് എമൗണ്ട്സ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഷറിംഗ് ക്വാണ്ടിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 1200 mg per day of calcium is required by a mother who is doing lactation. Lactating മദറിനെ സംബന്ധിച്ചിടത്തോളം 1200 mg per day calcium is very essential. The energy requirement during the third trimester of pregnancy increases by approximately. Third trimester, മൂന്നാമത്തെ ട്രൈമസ്റ്റർ ആവുന്ന സമയത്തേക്ക് എത്ര എനർജി റിക്വയർമെന്റ് ആണ് ഒരു പ്രഗ്നന്റ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത്? 100 കിലോ കാലറി പെർ ഡേ, 200 കിലോ കാലറി പെർ ഡേ, 350 കിലോ കാലറി പെർ ഡേ, 520 കിലോ കാലറീസ് പെർ ഡേ. എനർജി റിക്വയർമെന്റ് പ്രഗ്നന്റ് ലേഡീസിന് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആൻസർ ഏതാണ് വരിക? ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി. ഈ സിമ്പിൾ കാണിക്കുന്നത് അപ്രോക്സിമേറ്റ്ലി എന്നാണ്. അപ്രോക്സിമേറ്റ്ലി 350 kilo calories per day of energy requirement is very essential to meet the increased energy requirements, and especially during the third trimester where the fetal development is rapid. Fetal growth ഏറ്റവും റാപ്പിഡ് ആയിട്ടുള്ളത് തേർഡ് ട്രൈമസ്റ്ററിലാണ്. ആ സമയത്ത് എനർജി റിക്വയർമെന്റ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 350 കിലോ കാലറീസ് പെർ ഡേ ആവശ്യമാണ്. സോ അവർ ആൻസർ ഇസ് 350 kilocalories per day. That is option C. Next, which nutrient is most critical for preventing neural tube defects during pregnancy? ന്യൂറൽ ട്യൂബിൽ വരുന്ന ഡിഫക്ട്സ് തടയാനായിട്ട് അല്ലെങ്കിൽ അതിന് പ്രിവെൻറ്റീവ് ആയിട്ട് നമ്മൾ കഴിക്കേണ്ട അല്ലെങ്കിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി കഴിക്കേണ്ട ന്യൂട്രിയൻ്റ് ഏതാണ്? ഇസ് ഇറ്റ് ഫോളിക് ആസിഡ്, അയൺ, കാൽസ്യം ഓർ വൈറ്റമിൻ ഡി? അയൺ ആണോ, ഫോളിക് ആസിഡ് ആണോ, കാൽസ്യം ആണോ, വൈറ്റമിൻ ഡി ആണോ? ന്യൂറൽ ട്യൂബ് ഡെവലപ്മെൻറ്റിൻ്റെ മിക്കവാറും എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് വരാൻ സാധ്യത എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണെന്ന്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ബേബിയുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യാനും സ്പൈനൽ കോഡ് ഡെവലപ്പ് ചെയ്യാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. സോ ഇതിൻ്റെ ഡെഫിഷ്യൻസി ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ് ആയ സ്പൈന ബൈഫിഡ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരാനായിട്ട് സാധ്യതകൾ കൂടുതലാണ്. സോ ഫോളിക് ആസിഡ് ഏർലി പ്രഗ്നൻസി സ്റ്റേജിൽ എടുക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. According to Kohlberg stages of moral development, at which stage do children begin to understand and adhere to social norms and rules? സോഷ്യൽ നോംസിനെയും റൂൾസിനെയും ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുന്ന കാലഘട്ടം ഏതാണ്? ഇസ് ഇറ്റ് പ്രീ കൺവെൻഷണൽ സ്റ്റേജ്, കൺവെൻഷണൽ സ്റ്റേജ്, പോസ്റ്റ് കൺവെൻഷണൽ സ്റ്റേജ് ഓർ ഓട്ടോണോമസ് സ്റ്റേജ്? ഏതായിരിക്കും ആൻസർ? സോഷ്യൽ നോംസും റൂൾസും കുട്ടി അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന കാലഘട്ടം ഓപ്ഷൻ ബി ആണ്. കോൾബർഗിന്റെ സ്റ്റേജസ് അനുസരിച്ച് ചിൽഡ്രൻ അറ്റ് ദ കൺവെൻഷണൽ സ്റ്റേജ് ഏജ് they begin to follow the rules and social norms. റൂൾസും സോഷ്യൽ നോംസും ഒക്കെ കുറെ കൂടി പഠിക്കുവാനും ലോ ആൻഡ് ഓർഡറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആൻഡ് അവർ റൂൾസിനെ മെയിൻറ്റെയിൻ ചെയ്ത് അത് ഫോളോ ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് കൂടുതലായിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. കൺവെൻഷണൽ സ്റ്റേജിലാണ് അവർക്ക് ആ സോഷ്യൽ നോംസിനും റൂൾസിനും ഒക്കെ അഡിയർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടും വരുന്നത്, മോറൽ ഡെവലപ്മെന്റ് ഓഫ് കോൾബർഗ് തിയറി അനുസരിച്ചിട്ട്. നെക്സ്റ്റ്, under ICDS, which of the following services are not delivered through Anganwadi centers? അംഗൻവാടി സെന്റേഴ്സിലൂടെ ICDSന്റെ പ്രോഗ്രാം അനുസരിച്ച് കൊടുക്കാത്ത സർവീസ് ഏതാണ്? ഗ്രോത്ത് മോണിറ്ററിംഗ്, ന്യൂട്രീഷണൽ സപ്ലിമെന്റ്, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, സ്പോർട്സ് ട്രെയിനിങ് ടു ചിൽഡ്രൻ ബിലോ 5 years. ഇതിൽ ഏത് ഓപ്ഷനാണ് ICDSന്റെ സർവീസസിൽ അംഗൻവാടി സെന്റേഴ്സിലൂടെ കൊടുക്കാത്തത്? Answer is option D, that is sports training below 5 years for children below 5 years. നമുക്കറിയാം ICDS സ്കീമിലൂടെ അല്ലെങ്കിൽ ICDS
സർവീസസിലൂടെ നമുക്ക് ഹെൽത്തിനുള്ള ആവശ്യമായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ന്യൂട്രീഷൻ ആവശ്യമായുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, ഇമ്മ്യൂണൈസേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്പോർട്സ് ട്രെയിനിങ്ങിന് അവിടെ നമ്മുടെ ഈ ICDSനകത്ത് കോർ സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഇസ് സ്പോർട്സ് ട്രെയിനിങ് to children below 5 years is not delivered through Anganwadi centers under ICDS. The sequential order of play development is in children is കുട്ടികളിൽ പ്ലേ ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരു സീക്വൻസ് ഉണ്ട് ഇൻ ജനറൽ. അപ്പോൾ അത് ഏതാണ് ആ സീക്വൻസ് എന്നുള്ളതാണ്. ഫസ്റ്റ് സോളിറ്ററി പ്ലേ, പിന്നെ കോപ്പറേറ്റീവ് പ്ലേ, പിന്നെ പാരലൽ പ്ലേ എന്നതാണോ, അതോ സോളിറ്ററി പ്ലേ, പാരലൽ പ്ലേ, കോപ്പറേറ്റീവ് പ്ലേ എന്നുള്ളതാണോ, അതോ പാരലൽ പ്ലേ, സോളിറ്ററി പ്ലേ, കോപ്പറേറ്റീവ് പ്ലേ എന്നുള്ളതാണോ, അല്ല ഇനി കോപ്പറേറ്റീവ് പ്ലേ, പാരലൽ പ്ലേ, സോളിറ്ററി പ്ലേ എന്നുള്ളതാണോ? The answer is option B. Children play alone first. ആദ്യം കുട്ടികൾ സോളിറ്ററി പ്ലേയിലാണ് ഇൻവോൾവ് ആവുക. പിന്നീട് അവർ പാരലൽ പ്ലേയിൽ ഇൻവോൾവ് ആവും. അതായത് അടുത്തടുത്തിരിക്കും, പക്ഷെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. ലാസ്റ്റ് അവർ തമ്മി ഇൻട്രാക്ട് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. ആ കോപ്പറേറ്റ് ചെയ്ത് പ്ലേ ചെയ്യും. ആ പ്ലേ ചെയ്യുന്നതിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് പ്ലേ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു സീക്വൻസിലൂടെയാണ് അവരുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പം ഇതിൽ ആൻസേഴ്സ് നോക്കുകയാണെങ്കിൽ സോളിറ്ററി പ്ലേ ഫസ്റ്റ്, പാരലൽ പ്ലേ, ദെൻ കോപ്പറേറ്റീവ് പ്ലേ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. What is the main assertion of Haviger's developmental theory? ഹാവിഗേഴ്സിന്റെ ഡെവലപ്മെന്റൽ തിയറി അനുസരിച്ച് ഏറ്റവും അതിന്റെ മെയിൻ സ്റ്റേറ്റ്മെന്റ് ഏതാണ്, അസേർഷൻ ഏതാണ്? ഡെവലപ്മെന്റ് ഇസ് കണ്ടിന്യൂസ് ബൈ മീൻസ് ഓഫ് കോഗ്നിറ്റീവ് മെച്യൂറിംഗ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. കോഗ്നിറ്റീവ് മെച്യൂറിംഗിലൂടെ സംഭവിക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ബൈ മീൻസ് ഓഫ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫിസിക്കൽ ഗ്രോത്ത്. ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ഫിസിക്കൽ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ്. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇസ് again development is continuous by means of successful resolution of problem performance task. Problem performance task, പ്രോബ്ലം വരുന്ന ഒരു ടാസ്കിനെ റിസോൾവ് ചെയ്ത് കൊണ്ടുവരുന്നതിന് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നതിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ തേർഡ് അസേർഷൻ. ഡെവലപ്മെന്റ് ഇസ് കണ്ടിന്യൂസ് ബൈ മീൻസ് ഓഫ് സ്പെസിഫിക് കൾച്ചറൽ ബിൽഡ് ഔട്ട് ഓഫ് വിച്ച് ദ ഇൻഡിവിജ്വൽസ് ബിലോങ്. കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്മെന്റ്, ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്നുള്ളതാണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇതിലേതാണ് ഹാവിഗേഴ്സിന്റെ ഡെവലപ്മെന്റൽ തിയറിയിൽ മെൻഷൻ ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്. റോബർട്ട് ഹാവിഗേഴ്സ് പറയുന്നു ഡെവലപ്മെന്റ് ഒക്കേഴ്സ് സക്സസ്ഫുള്ളി ബൈ കംപ്ലീറ്റിംഗ് ഏജ് റിലേറ്റഡ് ടാസ്ക് വിച്ച് ഹെൽപ്സ് ചിൽഡ്രൻ ടു പ്രോഗ്രസ് ടു ദി നെക്സ്റ്റ് സ്റ്റേജ്. അതായത് ഓപ്ഷൻ സി പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം വന്നു, ആ പ്രോബ്ലത്തിനെ സക്സസ്ഫുൾ ആയി റിസോൾവ് ചെയ്യുന്നത് വഴിയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്നാണ് ഹാവിഗേഴ്സിന്റെ തിയറി പറയുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദി കറക്റ്റ് ആൻസർ. At what stage does Freud suggest that child's focus is on the development of social and academic skills according to his psychosexual stages of development? ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് പ്രകാരം സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കിൽസിൽ കൂടുതൽ ഫോക്കസ് വരുന്ന അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വരുന്ന സ്റ്റേജ് ഏതാണെന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓറൽ സ്റ്റേജ് ആണോ, ഫാലിക് സ്റ്റേജ് ആണോ, ജെനിറ്റൽ സ്റ്റേജ് ആണോ, ലേറ്റൻസി സ്റ്റേജ് ആണോ? ഓപ്ഷൻ ഡി ആണ്. അതായത് ലേറ്റൻസി സ്റ്റേജിലാണ് ഈ പറയുന്ന അക്കാഡമിക് സ്കിൽസും സോഷ്യൽ സ്കിൽസൊക്കെ കുട്ടി കുറെ കൂടി ലേൺ ചെയ്യുന്നത്. ബിക്കോസ് ആ സമയത്താണ് കുട്ടി കുറെ കൂടി സോഷ്യലി ഇൻട്രാക്ട് ചെയ്യുന്നത്, സ്കൂളിൽ പോകുന്നത്, അവർക്ക് സ്കിൽസ് കുറെ കൂടിയൊക്കെ ഡെവലപ്പ് ആവുന്നത് ഏത് പീരീഡിലാണ്? ലേറ്റൻസി പീരീഡിലാണ്. നമുക്കറിയാം
ഫ്രോയിഡിന്റെ തിയറി അനുസരിച്ച് സെക്ഷൽ ഇൻസ്റ്റിങ്സിനാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് കൊടുത്തത്. പക്ഷെ ലേറ്റൻസി സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ സ്കിൽസും അതേപോലെ തന്നെ അക്കാഡമിക് സ്കിൽസും ഒക്കെ ഡെവലപ്പ് ആവുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇതിൽ പെടാത്ത ഒരു സ്റ്റേജ് ഉണ്ട്, ഏതാണ്? ഓറൽ. സെക്കൻഡ് സ്റ്റേജ് ഏതാണ് ഫ്രോയിഡിൻ്റെത്? ഇറ്റ് ഇസ് ഏനൽ, ഫാലിക്, ജെനിറ്റൽ, ലേറ്റൻസി. ഈ സ്റ്റേജസ് ഓർത്ത് വെക്കണം കേട്ടോ. How does chronic malnutrition in early childhood primarily affect a child's development? സിവിയർ മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ ക്രോണിക് മാൽന്യൂട്രീഷൻ എങ്ങനെയാണ് ഏർലി ചൈൽഡ്ഹുഡിൽ ക്രോണിക് മാൽന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് മെയിൻലി എഫക്ട്സ് ദി ഫിസിക്കൽ ഗ്രോത്ത് വിത്ത് ലിറ്റിൽ ഇമ്പാക്ട് ഓൺ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. ഫിസിക്കൽ ഡെവലപ്മെൻറ്റിനെയാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്, ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലിറ്റിൽ ഇമ്പാക്റ്റേ ഉള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇറ്റ് കോസസ് ഡിലേസ് ഇൻ ദി ഫിസിക്കൽ ഗ്രോത്ത്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. സോഷ്യൽ ഇൻട്രാക്ഷൻസിലും അതേപോലെ തന്നെ ഫിസിക്കൽ ഗ്രോത്തിലും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലും ഡിലേ സംഭവിക്കുന്നു. ഇറ്റ് ഓൺലി എഫക്ട്സ് ദെയർ എബിലിറ്റി ടു ഡെവലപ്പ് ഫൈൻ മോട്ടോർ സ്കിൽസ്. അപ്പം ക്രോണിക് മാൽന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ ഫൈൻ മോട്ടോർ സ്കിൽസിൽ മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് തേർഡ് ഓപ്ഷൻ. ഇറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് സസെപ്റ്റബിലിറ്റി ടു ഡിസീസസ് ബട്ട് നോട്ട് ടു ഡെവലപ്മെന്റൽ ഡിലേസ്. ഡിസീസസ് വരാനായിട്ടുള്ള ചാൻസസ് കൂട്ടുന്നു, പക്ഷെ ഡെവലപ്മെന്റൽ ഡിലേസ് വരുത്തുന്നില്ല. ഏതാണ് ക്രോണിക് മാൽന്യൂട്രീഷൻ കാരണം ഏർലി ചൈൽഡ്ഹുഡിൽ മെയിനായിട്ടും വരുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഫിസിക്കൽ ഗ്രോത്തിന് മാത്രമല്ല ബ്രെയിൻ ഡെവലപ്മെന്റിനെയും സോഷ്യൽ ബിഹേവിയറിനെയും അതേപോലെ തന്നെ ഓവറോൾ ഡെവലപ്മെന്റിനെയും ക്രോണിക് മാൽന്യൂട്രീഷൻ എഫക്റ്റ് ചെയ്യുന്നു. സോ ഇതാണ് ഓപ്ഷനായിട്ട് വരുന്നത്. സോഷ്യൽ ഇൻട്രാക്ഷൻസ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആൻഡ് ഫിസിക്കൽ ഗ്രോത്തിനെയാണ് മെയിനായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. What development of children will be directly affected by reduction of emotional and physical support by the family? ഫിസിക്കലും ഇമോഷണലും ആയിട്ടുള്ള സപ്പോർട്ട് ഒഴിവാക്കുന്നത് വഴി കുട്ടികളിൽ ഏത് ഡെവലപ്മെന്റിനെയാണ് അത് മെയിൻ ആയിട്ടും എഫക്റ്റ് ചെയ്യുന്നത്? 1 ഫിസിക്കൽ ഡെവലപ്മെന്റ്, 2 കൾച്ചറൽ ഡെവലപ്മെന്റ്, 3 പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, 4 കരിയർ ഡെവലപ്മെന്റ്. അപ്പൊ ഏത് ഡെവലപ്മെന്റിനെയാണ് സപ്പോർട്ട് ഇല്ലാതെ, ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ എഫക്റ്റ് ചെയ്യുന്നത്, ഫാമിലിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നത്? ആൻസർ ഇസ് ഓപ്ഷൻ സി. അതായത് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് കുട്ടിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുന്നു, എങ്ങനെ ഒരു സമൂഹത്തിൽ ബിഹേവ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു, ആൻഡ് എങ്ങനെ മറ്റുള്ളവരുമായി ഇടപഴകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. അപ്പൊ ഇതെല്ലാം പേഴ്സണാലിറ്റിയുടെ കീ ആസ്പെക്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. അപ്പൊ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സപ്പോർട്ട് ബൈ ദി ഫാമിലി. ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് best describes the concept of critical period in early childhood development? ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് ഉണ്ട്. അതായത് ഈ പീരീഡിൽ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്തെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ക്രിട്ടിക്കൽ പീരീഡ് ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റുമായി സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന കോൺസെപ്റ്റ് ഏതാണ്? ക്രിട്ടിക്കൽ പീരീഡ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഞാൻ ഓൾറെഡി ആൻസർ ഒന്ന് മെൻഷൻ ചെയ്തു, എന്നാലും നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകാം. എ ടൈം വെൻ ചൈൽഡ് മസ്റ്റ് ലേൺ എ സ്പെസിഫിക് സ്കിൽ ഓർ ഇറ്റ് വിൽ ബി ഡിഫിക്കൾട്ട് ടു ലേൺ ലേറ്റർ. എ ഫേസ് ഇൻ വിച്ച് ചിൽഡ്രൻ ആർ മോർ സസെപ്റ്റബിൾ ടു ഡിസീസസിന് ഭയങ്കര സസെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പീരീഡ് എന്നാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പറയുന്ന, ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. A period with physical growth is at peak
ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഗ്രോത്ത് പീക്കായി നിൽക്കുന്ന ടൈം പീരീഡ് ആണ്. ഈ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത് പ്രൈമറി ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന പീരീഡ് ആണ് എന്നുള്ളതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് സ്കിൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൽ അത് അറ്റൈൻ ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് അറ്റൈൻ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് ഇറ്റ് ഈസ് മിസ്ഡ് ഇറ്റ് വിൽ ബിക്കം മച്ച് ഹാർഡർ ടു ലേൺ ലേറ്റർ. ആ സ്കില്ല് കറക്റ്റ് ടൈമിൽ ഈസി ആയിട്ട് പഠിക്കണമെങ്കിൽ ആ പെർട്ടിക്കുലർ പീരീഡിൽ തന്നെ അറ്റൈൻ ചെയ്തിരിക്കണം. അക്കോർഡിംഗ് ടു വൈഗോസ്കിസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ, വൈഗോസ്കിയെ സംബന്ധിച്ചിടത്തോളം സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിലൂടെ കോഗ്നിറ്റീവ് സ്കിൽസ് അറ്റൈൻ ചെയ്യാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ കോഗ്നിറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണോ, മെന്റൽ മെച്യോറിറ്റി ആണോ, ജെനറ്റിക്സ് ആണോ, ഫിസിക്കൽ മെച്യോറിറ്റി ആണോ? ഇതിലേതാണ് വൈഗോസ്കിയുടെ തിയറി അനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? ഓപ്ഷൻ എ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണ്. നമ്മൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചപ്പം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ സ്കെഫോൾഡിങ് നടക്കുന്നു. സ്കെഫോൾഡിങ് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർ നോളജബിൾ പേഴ്സൺ ഒരു കുട്ടിക്ക് ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി അസിസ്റ്റൻസ് കൊടുക്കുന്നു. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുന്നത്? Children learn through interaction with others, especially with the adults or the peers. അപ്പോൾ അവരെക്കാളും മോർ നോളജബിൾ ആയിട്ടുള്ള ഒരു അഡൾട്ടിൻ്റെ കൂടെ അല്ല പിയറിൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു കുട്ടി ഒരു ടാസ്ക് അസിസ്റ്റൻസോടുകൂടി പഠിച്ചെടുക്കുന്നു. സോ സോഷ്യൽ ഇൻട്രാക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്രിറ്റൻഡ് പ്ലേ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്? ചൈൽഡ് ഡെവലപ്മെന്റിൽ പ്രിറ്റൻഡ് പ്ലേയുടെ റോൾ എന്താണ്? ഇറ്റ് ലിമിറ്റ്സ് ക്രിയേറ്റിവിറ്റി, ഇറ്റ് helps in the development of social and emotional skills, it encourages isolation, it discourages problem solving. അപ്പം പ്രിറ്റൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരം ഇമാജിനേറ്റീവ് പ്ലേ ആണ്. അവർ കുട്ടികൾ മറ്റൊരു ക്യാരക്ടറായിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു കളിയുടെ രൂപമാണ് പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്? ഓക്കെ, ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. കാരണം ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ്. ഒരു കുട്ടി പ്രിറ്റൻഡ് ചെയ്ത് ഒരു കളി കളിക്കുന്ന സമയത്ത്, ഒരു കളിയിൽ ഏർപ്പെടുന്ന സമയത്ത് ആ കുട്ടിയുടെ ഇമോഷണൽ സ്കിൽസും സോഷ്യൽ സ്കിൽസുമാണ് ഏറ്റവും കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. അതുവഴി കുട്ടിയുടെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്നു. ആ കുട്ടി ഓരോ റോൾസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. കുട്ടി ഒരു അമ്മയായിട്ട് അഭിനയിക്കുകയാണ്, ഒരു ഡോളിനെ എടുത്ത് വെച്ചിട്ട് അമ്മയായിട്ട് അഭിനയിക്കുകയാണ്. ലൈക്ക് അമ്മ കുട്ടിയെ നോക്കുന്ന പോലെ നോക്കുകയാണെങ്കിൽ അവിടെ പ്രിറ്റൻഡ് പ്ലേ ആണ് നടക്കുന്നത്. അപ്പൊ അമ്മയുടെ റോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, സോഷ്യൽ ആൻഡ് ഇമോഷണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, ഇമാജിനേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു. അതേപോലെ ആ കുട്ടി ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നു. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് it helps in the development of social and emotional skills. Which of the following is not a core responsibility of preschool supervisor in Kerala? ഒരു പ്രീസ്കൂൾ സൂപ്പർവൈസറിന്റെ റോൾ അല്ലാത്തതായിട്ട് വരുന്ന ഓപ്ഷൻ എന്താണ് എന്നുള്ളതാണ്. എൻഷുറിംഗ് ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ECCE കരിക്കുലം. വാട്ട് ഇസ് ECCE? ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ECCE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ICDS സൂപ്പർവൈസർ അല്ലെങ്കിൽ പ്രീ സ്കൂൾ സൂപ്പർവൈസറിന് റോളുണ്ട്. Then providing direct instruction to children in the classroom. കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് റോള്. Then monitoring the quality of teaching and learning. ടീച്ചിങ്ങും ലേണിങ്ങും മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രീ സ്കൂൾ സൂപ്പർവൈസറിന്റെ റോള്.
ദെൻ സപ്പോർട്ടിങ് ടീച്ചർ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് സപ്പോർട്ട് ചെയ്യുക. ഇതല്ല പ്രീ സ്കൂൾ സൂപ്പർവൈസറിന്റെ റോള് കേരളത്തിൽ എന്നുള്ളതാണ് 4ാമത്തെ ഓപ്ഷൻ. ഇതിൽ ഒന്നും കൂടി പറയാം, കോർ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രീ സ്കൂൾ സൂപ്പർവൈസർ ഇൻ കേരള അല്ലാത്തത് ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി. ഒരു പ്രീ സ്കൂൾ സൂപ്പർവൈസർ ഇൻ കേരളയെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ചിൽഡ്രൻ ഇൻ ക്ലാസ് റൂം കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രൊവൈഡിങ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ചിൽഡ്രൻ ഇൻ ദ ക്ലാസ് റൂം ഇസ് നോട്ട് എ കോർ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രീ സ്കൂൾ സൂപ്പർവൈസർ ഇൻ കേരള. A preschool supervisor mainly supervises, monitors quality and supports teacher professional development-നെയും അതേപോലെ മോണിറ്ററിങ്ങിലെയും സൂപ്പർവിഷനിലൊക്കെ പ്രീ സ്കൂൾ സൂപ്പർവൈസർ ഇൻവോൾവ് ആണ്. പക്ഷേ കുട്ടികളെ ഡയറക്റ്റ് ആയിട്ട് പഠിപ്പിക്കാനായിട്ട് അവർ ഇൻവോൾവ് അല്ല. സോ പ്രൊവൈഡിങ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ ഇസ് നോട്ട് എ കോർ റെസ്പോൺസിബിലിറ്റി. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how can preschool in India best promote inclusive education? ഇന്ത്യയിലെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, പ്രീ സ്കൂളിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ക്രിയേറ്റിംഗ് സെപ്പറേറ്റ് ക്ലാസ്സസ് ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് പ്രത്യേകം ക്ലാസ് റൂം സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്താ പറയുന്നത്, പ്രൊവൈഡിങ് ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് ഫോർ ഓൾ ചിൽഡ്രൻ. എല്ലാ കുട്ടികൾക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള IEP പ്ലാൻസ് കൊടുക്കുക. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻസ് എന്ന് പറയുന്നതാണ് IEP. ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിലുള്ള പ്രീ സ്കൂൾസിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. അതും എല്ലാ കുട്ടികൾക്കുമാണ് ഇവിടെ ഓപ്ഷനായിട്ട് വരുന്നത്. ദെൻ പ്രയോറിറ്റൈസിങ് ദ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ഫ്രം പ്രിവിലേജ്ഡ് ബാക്ക്ഗ്രൗണ്ട്സ്. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, അവരുടെ നീഡ്സിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഫോക്കസിങ് സോൺലി ഓൺ ദി അക്കാഡമിക് അച്ചീവ്മെന്റ്. അക്കാഡമിക് സ്കിൽസിനെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത്. സോ വാട്ട് വിൽ ബി ദ ആൻസർ? എന്തായിരിക്കും ആൻസർ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ പ്രീ സ്കൂൾസിൽ എന്താണ് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി ആണ്. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ഓൾ ചിൽഡ്രൻ. So IEP helps to address different abilities, whereas separating children goes against inclusion. അപ്പോൾ IEPs എല്ലാ പ്രീ സ്കൂൾസിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ബട്ട് IEP എന്താണ്? ഡിഫറെൻ്റ് എബിലിറ്റീസ്, യുണീക്ക് എബിലിറ്റീസിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുകയും ഡിസബിലിറ്റീസിനെ അല്ലെങ്കിൽ ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഈ പറയുന്ന ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രീ സ്കൂൾ സിസ്റ്റത്തിൽ കൊണ്ടുവന്നാൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. സോ ഓപ്ഷൻ ബി. Which of the following is not a crucial factor in creating high quality early childhood education program? ഇതിൽ ഏതാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കാനായിട്ട് ഒരു ക്രൂഷ്യൽ ഫാക്ടറായിട്ട് പ്രവർത്തിക്കാത്തത്? ഒന്ന് പറഞ്ഞേക്കുന്നത് ക്വാളിഫൈഡ് ആൻഡ് വെൽ ട്രെയിൻഡ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ്. ക്വാളിഫൈഡ് ആയിട്ടും ട്രെയിൻഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് വേണം എന്നുള്ളത് ഒരു ഫാക്ടർ ആണോ അല്ലയോ ചിന്തിക്കുക. സ്മോൾ ക്ലാസ്സസ് ആൻഡ് ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ ഫോർ ഈച്ച് ചൈൽഡ്. ഓരോ കുട്ടിക്കും പ്രത്യേകം പരിഗണന കൊടുക്കുക. സ്മോൾ ക്ലാസ് സൈസ്, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ക്ലാസ് കുറയ്ക്കുക. മൂന്നാമത്തെ ഓപ്ഷനായിട്ട് ഇവർ പറഞ്ഞേക്കുന്നത് ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് കരിക്കുലം ദാറ്റ് ഫോക്കസ് ഓൺ പ്ലേ ബേസ്ഡ് ലേണിംഗ് ആൻഡ് എക്സ്പ്ലോറേഷൻ. അപ്പം ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് കരിക്കുലം DAP കരിക്കുലം അല്ലെങ്കിൽ പ്രോഗ്രാം DAP
AC or DAP എന്നും പറയും, ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് പ്രോഗ്രാം എന്നും പറയും. ഓക്കെ, ആ ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് കരിക്കുലം കൊടുത്തു കഴിഞ്ഞാൽ അത് പ്ലേ ബേസ്ഡ് ലേണിങ്ങും എക്സ്പ്ലോറേഷനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളത് ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആണോ അല്ലയോ? A rigid structured environment that emphasizes academic achievement from a very young age. ചെറിയ പ്രായം മുതൽ തന്നെ റിജിഡും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എൻവറോൺമെന്റ് കൊടുക്കുക, അക്കാഡമിക് അച്ചീവ്മെന്റിന് വേണ്ടി എന്നുള്ളതാണോ എന്നുള്ളതും ഫാക്ടറാണോ അല്ലയോ ചിന്തിക്കുക. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഹൈ ക്വാളിറ്റി ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കാനായിട്ട് ഫാക്ടർ അല്ലാതെ വരുന്ന കാര്യം ഏതാണ് എന്നുള്ളതാണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. നമുക്കറിയാം, ഒരു റിജിഡ് ആയിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടും അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റ് ആണ് കുട്ടിക്ക് പഠിക്കാനായിട്ട് കിട്ടുന്നതെങ്കിൽ അവന്റെ ഡെവലപ്മെന്റിനെ അത് അഡ്വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ സ്ലോ ആയിട്ടേ അത് എഫക്റ്റ് ആയി കിട്ടുള്ളൂ. പകരം ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചർ ഉണ്ട്, ഒരു സ്മോൾ ക്ലാസ് റൂം ആണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വലൈസ് സപ്പോർട്ട് ഓരോ കുട്ടിക്കും കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. ആൻഡ് ഡെവലപ്മെന്റലി അപ്രോപ്രിയേറ്റ് കരിക്കുലം ആണെങ്കിൽ ഇറ്റ് ഈസ് മോർ ആൻഡ് മോർ ബെറ്റർ എന്നുള്ളതാണ്. സോ ആൻസർ ഇസ് ഡി. ഈ ഫാക്ടറാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഹൈ ക്വാളിറ്റിയിൽ കൊടുക്കാൻ ഫാക്ടർ അല്ലാതെ വരുന്ന കാര്യം. Which theorist is most closely associated with the concept of scaffolding? Scaffolding ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള തിയറിസ്റ്റ് ആരാണ്? മറിയ മോണ്ടിസോറി, ജീൻ പ്യാഷെ, ലെവ് വൈഗോത്സ്കി, ജോൺ ഡ്യൂയി. ആരാണ്? ആൻസർ ഇസ് ലെവ് വൈഗോത്സ്കി. അദ്ദേഹമാണ് സ്കഫോൾഡിംഗ് സജസ്റ്റ് ചെയ്തത്. അതിനകത്ത് MKO അല്ലെങ്കിൽ മോർ നോളജബിൾ പേഴ്സൺ ഇൻവോൾവ് ആയിട്ട് ഒരു കുട്ടിക്ക് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ അസിസ്റ്റൻസ് കൊടുക്കുന്നു, ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നു. ആ സപ്പോർട്ട് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കഫോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. ആൻഡ് വൺസ് ആ കുട്ടി ഒരു സ്കഫോൾഡിങ്ങിലൂടെ ഒരു ടാസ്ക് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ പതിയെ ആ സ്കഫോൾഡിംഗ് പ്രോസസ്സ് നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. സോ ലെവ് വൈഗോത്സ്കി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Regarding early childhood education, care and education, which of the following is not a key principle of National Education Policy 2020? NEP 2020യുടെ കീ പ്രിൻസിപ്പിൾ അല്ലാത്ത കാര്യം ഏതാണ് ECCE സംബന്ധിച്ച് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. റിജിഡ് കരിക്കുലം, ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്, പ്ലേ ബേസ്ഡ് ലേണിംഗ്, ഫോക്കസ് ഓൺ ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി. ഇതിൽ ഏതിനെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൺസിഡർ ചെയ്യാത്തത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഓപ്ഷൻ എ റിജിഡ് കരിക്കുലം. റിജിഡ് കരിക്കുലം ഒരിക്കലും NEP സജസ്റ്റ് ചെയ്യുന്നില്ല. NEP എപ്പോഴും ഫ്ലെക്സിബിൾ ലേണിങ്ങിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും പ്ലേ ബേസ്ഡ് ലേണിങ്ങിന് സജസ്റ്റ് ചെയ്യുന്നു. അതേപോലെ കുട്ടിയുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് മീൻസ് ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡിനെയാണ് ഇംപ്രൂവ് ചെയ്യാനായിട്ടാണ് എപ്പോഴും NEP 2020 സജസ്റ്റ് ചെയ്യുന്നത്. സോ റിജിഡ് കരിക്കുലം ഇസ് നോട്ട് എ പാർട്ട് ഓഫ് NEP 2020. The beneficiaries of Suman intervention, SUMANR. സുമൻ ഇന്റർവെൻഷന്റെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? കോവിഡ് പേഷ്യൻസ്, മദേഴ്സ്, അഡോളസൻസ് ആൻഡ് എൽഡർലി. ഓപ്ഷൻ ബി ആണ്. സുമൻ എന്ന് പറയുന്നത് സുരക്ഷിത് മാതൃത്വ ആശ്വാസൻ എന്ന് പറയുന്ന ഒരു സ്കീം പോലെയാണ്. And it focuses on improving maternal health care. So mothers are the primary beneficiaries. അപ്പം ഈ സുമൻ എന്ന് പറയുന്ന സ്കീം വഴി മെറ്റേണൽ ഹെൽത്ത്, അമ്മയുടെ ഹെൽത്ത് കെയറിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. സോ സുമൻ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പ്രൈമറി ബെനിഫിഷ്യറി അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് ആർക്കാണ്? ഇറ്റ് ഈസ് ഫോർ ദി മദേഴ്സ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി.
infant born to dash deficient mothers will develop cretinism and stunted growth. അമ്മയിൽ ഈ പറയുന്നതിൽ ഏത് ഡെഫിഷ്യൻസി വന്നാലാണ് കുഞ്ഞിൽ ക്രിട്ടിനിസം എന്ന് പറയുന്ന കണ്ടീഷനും സ്റ്റണ്ടഡ് ഗ്രോത്തും വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം അയൺ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിൽ ക്രിട്ടിനിസം വരാൻ സാധ്യതയുണ്ടെന്നും അതേപോലെ കുഞ്ഞുങ്ങളിൽ സ്റ്റണ്ടഡ് ഗ്രോത്ത് കണ്ടുവരുന്നുവെന്നും പഠനങ്ങൾ പറയുന്നു. ഇതിന് കാരണം എന്താണ്? ബിക്കോസ് അയഡിൻ ഇസ് എസെൻഷ്യൽ ഫോർ ബ്രെയിൻ ആൻഡ് ബോഡി ഡെവലപ്മെന്റ്. ബോഡി ഡെവലപ്മെന്റിനും ബ്രെയിൻ ഡെവലപ്മെന്റിനും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അയഡിൻ. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. So infants born to iodine deficient mothers will develop cretinism and stunted growth. Dash supplements are a new treatment for diarrhea to be given always in addition to ORS. Oral rehydration solution നോടൊപ്പം തന്നെ ഡയറിയ വന്നു കഴിഞ്ഞാൽ സപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ്? കാൽസ്യം ആണോ, ഫോസ്ഫറസ് ആണോ, ലിഥിയം ആണോ, അതോ സിങ്ക് ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എന്ത് സപ്ലിമെന്റ് ആണ് ORS പുറമെ നമ്മൾ കൊടുക്കുന്നത്? ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. സിങ്ക് സപ്ലിമെന്റ്സ് ആർ ഗിവൺ along with ORS in diarrhea because they reduce severity and duration of illness. ഇൽനെസിന്റെ ഡ്യൂറേഷനും സിവിയാരിറ്റിയും, അതായത് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുവാനും അതേപോലെ തന്നെ അത് എത്ര കാലത്തേക്ക് നിൽക്കുന്നു, ഡയറിയ കുറേ കാലത്തേക്ക് നിൽക്കാതെ പെട്ടെന്ന് തന്നെ റിസോൾവ് ചെയ്ത് വരാനായിട്ട് ORSനോടൊപ്പം കൊടുക്കുന്ന ഒരു സപ്ലിമെൻ്റ് ആണ് സിങ്ക് സപ്ലിമെന്റ്സ്. സോ ഓപ്ഷൻ എന്ന് പറയുന്നത് ആൻസർ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. സിങ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1000 days of life given priority in healthcare interventions are up to 2 years, 1 to 3 years, 2 to 4 years, 1.5 to 3.5 years. 1000 days of priority, 1000 days, first 1000 daysന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് ഏജ് ഗ്രൂപ്പാണ്? ഹെൽത്ത് ഇന്റർവെൻഷനിൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏജ് ഗ്രൂപ്പാണ്. ഏത് ഏജ് ഗ്രൂപ്പാണ്? 2 years വരെയുള്ള കാലഘട്ടമാണോ, 1 to 3 ആണോ, 2 to 4 ആണോ, 1.5 to 3.5 years ആണോ? ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് ഫ്രം കൺസെപ്ഷൻ ടു 2 days. അമ്മയുടെ വയറ്റിൽ ഉരുവായി ജനിച്ചതിന് ശേഷം 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് 1000 days എന്ന് വിളിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. സോ അതിനാണ് പ്രയോറിറ്റൈസേഷൻ കൊടുത്തിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ ഏതാണ്? അപ് ടു 2 years ആണ്. What is the recommended intake of cereals and millets for Indian pregnant women? Indian pregnant womenന് ആവശ്യമായിട്ടുള്ള സീരിയൽസിൻ്റെയും മില്ലറ്റ്സിൻ്റെയും റെക്കമെൻഡഡ് അളവ് എത്രയാണ്? 220 grams, 200 grams, 280 grams, 300 grams. എത്രയാണ് ആവശ്യമായിട്ടുള്ള എമൗണ്ട്? ഓപ്ഷൻ എ ആണ്. Pregnant women need energy of around 220 grams of cereals or millets, providing a major proportion of daily calories. ഡെയിലി എനർജി പ്രൊവൈഡ് ചെയ്യാൻ, കാലറീസിൻ്റെ രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ ഏകദേശം 220 grams ഓഫ് സീരിയൽസ് ഓർ മില്ലറ്റ്സ് പ്രഗ്നന്റ് ലേഡീസ് കഴിക്കണം. സോ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ. Why is early intervention important for children with developmental delays? ഡെവലപ്മെന്റൽ ഡിലേസ് ഉള്ള കുട്ടികളിൽ ഏർലി ഇന്റർവെൻഷന്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് റെഡ്യൂസസ് ദി നീഡ് ഫോർ ലൈഫ് ലോങ് സപ്പോർട്ട് സർവീസസ്. ലൈഫ് ലോങ് കുട്ടിക്ക് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഇന്റർവെൻഷനിലൂടെ അലോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇറ്റ് എൻഷുവേഴ്സ് ഹയർ IQ സ്കോർസ്. അപ്പം ഏർലി ഇന്റർവെൻഷൻ കൊടുത്താൽ ഡെവലപ്മെന്റൽ ഡിലേസ് ഉള്ള കുട്ടികളിൽ ഹയർ IQ സ്കോർസ് അറ്റൈൻ ചെയ്യാം എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ട് വരുന്ന ഓപ്ഷൻ. ഇനി തേർഡ് ഓപ്ഷൻ, ഇറ്റ് റീപ്ലേസസ് ട്രഡീഷണൽ ലേണിംഗ് മെത്തേഡ്സ്. ട്രഡീഷണൽ ആയിട്ടുള്ള ലേണിംഗ് മെത്തേഡ്സിനെ റീപ്ലേസ് ചെയ്യാൻ, മാറ്റാനായിട്ട് ഏർലി ഇന്റർവെൻഷൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. തേർഡ് ഓപ്ഷൻ
ഇറ്റ് എലിമിനേറ്റ്സ് ദ ഇമ്പാക്ട് ഓഫ് ജെനറ്റിക്സ്. ജെനറ്റിക്സിന്റെ ഇമ്പാക്ട് ഒഴിവാക്കുന്നു എന്നുള്ളതാണ് ഫോർത്ത് ഓപ്ഷൻ. അപ്പൊ ഏതാണ് ഏർലി ഇന്റർവെൻഷൻ കൊണ്ട് കുട്ടികളിൽ ഡെവലപ്മെന്റൽ ഡിലേ വരുന്നതിന് ചാൻസസ്? ഏർലി ഇന്റർവെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് ഡെവലപ്മെന്റൽ ഡിലേസ് കുറയ്ക്കാനായിട്ട് എന്താണ് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഏർലി ഇന്റർവെൻഷൻ ഹെൽപ്സ് ചിൽഡ്രൻ ടു ഇംപ്രൂവ് സ്കിൽസ് ഏർലി, റെഡ്യൂസിങ് ലൈഫ് ടേം ഡിപ്പെൻഡൻസി ഓൺ സപ്പോർട്ട് സർവീസസ്. ലൈഫ് ലോങ് സപ്പോർട്ട് സിസ്റ്റം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ലാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വരെ തൻ്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള കുട്ടിയെ സഹായിക്കുവാനായി ഏർലി ഇന്റർവെൻഷൻ ഹെൽപ്ഫുൾ ആണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ എ ഇസ് കറക്റ്റ്. വാട്ട് റോൾ ഡസ് ഔട്ട്ഡോർ പ്ലേ ഹാവ് ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്? ഔട്ട്ഡോർ പ്ലേ അതായത് ഒരു ഇൻഡോർ ആക്ടിവിറ്റി അല്ലാതെ പുറത്ത് കളിക്കാൻ പോയ ഒരു ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഒരു മുറ്റത്ത് കളിക്കാൻ പോയത് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിന്റെ ബെനിഫിറ്റ്സ് എന്താണ് അല്ലെങ്കിൽ റോൾ എന്താണ്? ഇറ്റ് ഈസ് പ്രൈമർലി ഫോർ എന്റർടൈൻമെന്റ്, ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഗ്രോസ് മോട്ടോർ സ്കിൽസ് ആൻഡ് റെഡ്യൂസസ് സ്ട്രെസ്, പ്രഷേഴ്സ് അല്ലെങ്കിൽ ടെൻഷൻസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. ഗ്രോസ് മോട്ടോർ സ്കിൽസ് അതായത് നമ്മുടെ ലാർജ് മസിൽസ് ഡെവലപ്മെന്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ. തേർഡ് ഓപ്ഷൻ, ഇറ്റ് മിനിമൈസസ് ദ നീഡ് ഫോർ സ്ട്രക്ചേർഡ് ലേണിംഗ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലേണിങ്ങിലേക്ക് പോവാതെ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോവാതെ മിനിമം ലെവലിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കുട്ടികളെ പഠിക്കാനായിട്ട് ഔട്ട്ഡോർ പ്ലേ ഹെൽപ്പ് ചെയ്യുന്നു. നാലാമത്തത്, ഇറ്റ് ഡിസ്കറേജസ് ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ. ഔട്ട്ഡോർ പ്ലേ കൊണ്ട് ഗ്രൂപ്പായിട്ട് മറ്റു കുട്ടികളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറയ്ക്കുന്നു. ഏതാണ് ഔട്ട്ഡോർ പ്ലേയുടെ റോൾ എന്ന് പറയുന്നത്? ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. നമുക്കറിയാം ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റിനും സ്ട്രെസ് റിഡ്യൂസ് ചെയ്യാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഔട്ട്ഡോർ പ്ലേ. ഇവിടെ പറഞ്ഞേക്കുന്നത് പോലെ ഫിസിക്കൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാം, മോട്ടോർ സ്കിൽസ് ഇൻ ജനറൽ ഇംപ്രൂവ് ചെയ്യാം, and also it helps in reducing stress and thereby overall well-being improve ചെയ്യാം. overall physical health and mental health improve ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ നമ്മുടെ ആൻസർ ബി ആണ്. Next question, which environmental factor has the most significant impact on child development? Child developmentനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ആക്സസ് ടു ടെക്നോളജി ആണോ, അവൈലബിലിറ്റി ഓഫ് ടോയ്സ് ആണോ, ക്വാളിറ്റി ഓഫ് പാരന്റൽ ഇൻട്രാക്ഷൻ ആണോ, നെയ്ബർഹുഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണോ? സോ ആൻസർ ഓപ്ഷൻ സി ആണ്. കാരണം എത്രമാത്രം പാരന്റൽ ഇൻട്രാക്ഷൻസ് കൂടുന്നുവോ അവിടെ കുട്ടിയുടെ ഇമോഷണൽ, സോഷ്യൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പാരൻസിന് സഹായിക്കാനായിട്ട് പറ്റും. അപ്പം ക്വാളിറ്റി ഓഫ് പാരന്റൽ ഇൻട്രാക്ഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. സോ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. വാട്ട് ഇസ് എ ക്രിട്ടിക്കൽ പീരീഡ് ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്? മുന്നേ ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൈൽഡ് ഡെവലപ്മെന്റിൽ ക്രിട്ടിക്കൽ പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്റ്റേജ് ഓഫ് അക്കാഡമിക് സക്സസ് ആണോ ഉദ്ദേശിക്കുന്നത്? എ ടൈം ഫ്രെയിം വെയർ സർട്ടൻ സ്കിൽസ് ആർ മോസ്റ്റ് ഈസിലി ലേൺഡ് എന്നുള്ളതാണോ? ഫേസ് മാർക്ഡ് ബൈ ഫ്രീക്വന്റ് മൂഡ് സ്വിങ്സ് എന്നുള്ളതാണോ? പീരീഡ് ഓഫ് റിഗ്രഷൻ ഇൻ ഡെവലപ്മെന്റ് എന്നാണോ? റിഗ്രഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്നൊരു ഡ്രോപ്പ് ആണോ എന്നുള്ളതാണ്. സോ ആൻസർ ഏതായിരിക്കും? ക്രിട്ടിക്കൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പീരീഡ് വെർ സർട്ടൻ സ്കിൽസ് ആർ അറ്റൈൻഡ് മോസ്റ്റ് ഈസിലി ആൻഡ് ഒരു സ്റ്റേജിൽ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നടക്കാനായിട്ട് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെങ്കിൽ ഹാർഡർ ആയിരിക്കും എന്നുള്ളതാണ് ആൻസർ വരുന്നത്. സോ ഓപ്ഷൻ ബി. Which theorists propose zone of proximal development as a key element in learning? Questions repeated ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏത് തിയറിസ്റ്റ് ആണ് ZPD എന്നുള്ള കോൺസെപ്റ്റ് പറഞ്ഞത്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണോ, ലെവ് വൈഗോട്സ്കി ആണോ, സ്കിന്നർ ആണോ, ജീൻ പിയാഷെ ആണോ?
ആൻസർ ലെവ് വൈഗോട്സ്കി ആണ്. സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരായിരുന്നു? സ്കെഫോൾഡിങ്ങിലൂടെ കുട്ടികൾ പഠിക്കുന്നു എന്ന് ആരാണ് പറഞ്ഞത്? ലെവ് വൈഗോട്സ്കി ആണ്. ഓക്കെ. What type of play involves children engaging in imaginary roles or scenarios? ഏത് ടൈപ്പ് ഓഫ് പ്ലേയിലാണ് കുട്ടികൾ ഇമാജിനേറ്റീവ് റോൾസും അതേപോലെ തന്നെ സിനാരിയോസും ഒക്കെ ഇമാജിനേഷനിലൂടെ ക്രിയേറ്റ് ചെയ്ത് എടുക്കുന്നത്? സോളിറ്ററി പ്ലേയിലാണോ, പാരലൽ പ്ലേയിലാണോ, പ്രിറ്റൻഡ് പ്ലേയിലാണോ, കോപ്പറേറ്റീവ് പ്ലേയിലാണോ? ഏതിലായിരിക്കും? സോളിറ്ററി പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കുന്നത്. പാരലൽ പ്ലേ എന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ അടുത്തടുത്ത് ഇരിക്കുന്നുണ്ടാവും, ബട്ട് ദേ ആർ നോട്ട് ഡയറക്ട്ലി ഇന്ററാക്ടിങ്. പ്രിറ്റൻഡ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? പ്രിറ്റൻഡ് ചെയ്യുക, മറ്റൊരാളായി പ്രിറ്റൻഡ് ചെയ്ത് അഭിനയിച്ച് അല്ലെങ്കിൽ കരുതി കളിക്കുന്നത്. കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, തമ്മിൽ ഇന്ററാക്ട് ചെയ്ത് കളിക്കുന്നത്. ഏതായിരിക്കും ആൻസർ വരിക? ആൻസർ ഇസ് സി, where pretend play involves role play, imagination and acting out of situations, helping creativity and social understanding. Social understanding improve ചെയ്യാൻ വേണ്ടിയിട്ടും ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും റോൾ പ്ലേ പോലെയുള്ള ആക്ടിവിറ്റീസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ റോൾ പ്ലേ ഒക്കെ വരുന്നത് എവിടെയാണ്? പ്രിറ്റൻഡ് പ്ലേയിലാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. Which of the following is a benefit of early childhood education? Early childhood educationന്റെ benefit എന്താണ്? It accelerates emotional maturity. Emotional maturity enhance ചെയ്യാൻ സഹായിക്കുന്നു. It helps in lifelong learning habits. Lifelong learning habits promote ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. Academic success for all children ensure ചെയ്യുന്നു. Primary educationന്റെ നീഡ് എലിമിനേറ്റ് ചെയ്യുന്നു. ഇതിൽ ഏതാണ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷന്റെ ബെനിഫിറ്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ലൈഫ് ലോങ് ലേണിംഗ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് പ്ലേ കോൺട്രിബ്യൂട്ട് ടു എ ചൈൽഡ്സ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്? ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് പ്ലേ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? ഇറ്റ് എൻഹാൻസസ് ഫിസിക്കൽ സ്ട്രെങ്ത്. ഫിസിക്കൽ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളതാണോ ആൻസർ? ഇറ്റ് ഹെൽപ്സ് ടു ബിൽഡ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്. പ്രോബ്ലം സോൾവിങ് സ്കിൽസും ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസും എൻഹാൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണോ ആൻസർ വരിക? അല്ലെങ്കിൽ ഇറ്റ് പ്രിവെൻറ്റ്സ് ഇമോഷണൽ ഔട്ട്ബേർഡ്സ്. ഇമോഷണലി പെട്ടെന്ന് പൊട്ടിത്തെറിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥ പ്രിവെന്റ് ചെയ്യാനായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് പ്ലേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണോ ആൻസർ വരുന്നത്? അതോ ഇറ്റ് സോൾലി ഫോക്കസസ് ഓൺ സോഷ്യൽ ഇന്ററാക്ഷൻ? പ്ലേ എന്നതിലൂടെ സോഷ്യൽ ഇന്ററാക്ഷന് മാത്രമാണ് ഫോക്കസ് കൊടുക്കുന്നത് എന്നുള്ളതാണോ ആൻസർ വരിക? സോ കോഗ്നിറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പ്ലേ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് പ്ലേ ഹെൽപ്സ് ചിൽഡ്രൻ ടു തിങ്ക്, explore and solve problems which strengthens cognitive skills. കുട്ടികളിൽ തിങ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ, എക്സ്പ്ലോറേഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്ലേ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇറ്റ് ഹെൽപ്സ് ബിൽഡ് പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് ആണ്. ഓക്കെ. What is one major principle of Erik Erikson's psychosocial developmental theory? എറിക് എറിക്സന്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയുടെ കീ പ്രിൻസിപ്പിൾ എന്താണ്? ഡെവലപ്മെന്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് യൂണിഫോം എന്നുള്ളതാണോ? ഈച്ച് സ്റ്റേജ് ഇൻവോൾവ്സ് എ കോൺഫ്ലിക്ട് ദാറ്റ് മസ്റ്റ് ബി റിസോൾവ്ഡ് എന്നുള്ളതാണോ? ഡെവലപ്മെന്റ് ഇസ് ബേസ്ഡ് സോൾലി ഓൺ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഇരിക്കുന്നു എന്നുള്ളതാണോ? അതോ കൾച്ചറൽ ഡിഫറൻസസ് ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണോ? ഏതാണ് എറിക് എറിക്സന്റെ തിയറിയുടെ ഏറ്റവും മേജർ ആയിട്ട് വരുന്ന പ്രിൻസിപ്പിൾ? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് each stage involves conflict that must be resolved. നമുക്കറിയാം എറിക്സന്റെ തിയറിയിൽ 8 സ്റ്റേജസ് ഉണ്ട്. ആ 8 സ്റ്റേജസിൽ ഓരോ സ്റ്റേജിലും ഓരോ കോൺഫ്ലിക്ട്സ് ഒരു ഇൻഡിവിജ്വൽ കോൺകർ ചെയ്യേണ്ടി വരും. ആ
കോൺഫ്ലിക്റ്റിനെ നമ്മൾ ക്രൈസിസ് എന്ന് വിളിക്കുന്നു. ആ ക്രൈസിസിനെ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റിനെ റിസോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എറിക്സന്റെ തിയറിയിലെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ ബി. According to Jean Piaget, which stage involves the development of object permanence? Object permanence എന്ന് പറയുന്ന കോൺസെപ്റ്റ് ജീൻ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ തിയറിയിൽ ഏത് സ്റ്റേജിലാണ് പറയുന്നത്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്തായിരുന്നു? ഒരു സംഗതി തൻ്റെ മുന്നിൽ ഇല്ലെങ്കിൽ കൂടിയും കുട്ടിക്ക് അറിയാം ഇറ്റ് എക്സിസ്റ്റ്, അത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള തോട്ടിനെയാണ് അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒബ്ജക്റ്റ് പെർമനൻസ്. അപ്പൊ ആ ഒബ്ജക്റ്റ് പെർമനൻസ് ഇതിൽ ഏത് സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിലാണോ, സെൻസറി മോട്ടോർ സ്റ്റേജിലാണോ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിലാണോ? ആൻസർ ഇസ് ഓപ്ഷൻ സി, ദാറ്റ് ഇസ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജിലാണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ infants understand object exists even if it is not seen. തൻ്റെ കൺമുമ്പിൽ ഇല്ലെങ്കിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് കുഞ്ഞിന് മനസ്സിലാക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് വിളിക്കുന്നത്. അത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. Which of the following is not a factor influencing child development? ഇതിൽ ഏത് ഫാക്ടറാണ് കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യാത്തത്? ഒന്ന് ജെനറ്റിക്സ്, അതായത് ഹെറിഡിറ്റി. രണ്ട് പാരന്റിങ് സ്റ്റൈൽസ്, ഏത് രീതിയിലാണ് പാരൻസ് വളർത്തുന്നത്, ഫാമിലിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നുള്ളതാണ്. പിയർ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിമിലർ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടോ. ദെൻ സീസണൽ വെതർ പാറ്റേൺസ്, ക്ലൈമറ്റ് ചേഞ്ചസ് കുട്ടിയുടെ ഡെവലപ്മെന്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ഇതിൽ ഏതാണ് ഫാക്ടർ അല്ലാതെ വരുന്നത്? ഒബ്വിയസ്ലി നമുക്കറിയാം സീസണൽ വെതർ പാറ്റേൺസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. വെതർ ചേഞ്ചസ് ഡു നോട്ട് സിഗ്നിഫിക്കൻ്റ്ലി ഇൻഫ്ലുവൻസ് ദി ലോങ് ടേം ചൈൽഡ് ഡെവലപ്മെന്റ് കമ്പയർഡ് ടു ഫാക്ടേഴ്സ് ലൈക്ക് ജെനറ്റിക്സ്, പാരന്റിങ് ആൻഡ് പിയേഴ്സ്. പാരന്റിങ്ങിനെയും ജെനറ്റിക്സിനെയും പിയേഴ്സിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലോങ് ടേം ചൈൽഡ് ഡെവലപ്മെന്റിൽ വെതർ ചേഞ്ചസിന് കാര്യമായ സിഗ്നിഫിക്കൻസ് ഇല്ല. സോ ഓപ്ഷൻ ഡി ആയിരുന്നു നമ്മുടെ ആൻസർ. Which stage of child development is characterized by rapid physical growth and motor skill development? Physical growthും motor skill developmentും ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഏത് പീരീഡിലാണ്? ഇൻഫൻസിയിലാണോ, അഡോളസൻസിലാണോ, ഏർലി ചൈൽഡ്ഹുഡിലാണോ, അതോ മിഡിൽ ചൈൽഡ്ഹുഡിലാണോ? ഏതിലായിരിക്കും? റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് ആസ് വെൽ ആസ് മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇൻഫൻസിയിലാണ്. Okay. Infancy is marked by rapid physical growth and development of motor skills like crawling and walking. Motor skills, crawling ഉം walking ഒക്കെ എപ്പോഴാണ് നടക്കുന്നത്? ഇൻഫൻസിയിലാണ്, 0 to 2 ഇയേഴ്സിലാണ്. അപ്പം മോട്ടോർ സ്കിൽസിന്റെ ഡെവലപ്മെന്റും അതേപോലെ ഫിസിക്കൽ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ റാപ്പിഡ് ആയിട്ട് നടക്കുന്നത് എപ്പോഴാണ്? ഇൻഫൻസിയിലാണ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പെലാഗ്ര ഇസ് caused due to deficiency of, എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പെലാഗ്ര ഉണ്ടാവുന്നത്? പെലാഗ്ര എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുന്നത് എന്തിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്? തൈമിൻ ഡെഫിഷ്യൻസി ആണോ, റൈബോഫ്ലേവിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ, നയസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ, അല്ലെങ്കിൽ ഫോളിക് ആസിഡിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ? ഏതായിരിക്കും ആൻസർ? ആൻസർ ഇസ് ഓപ്ഷൻ സി, നയസിൻ. നയസിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B3യുടെ ഡെഫിഷ്യൻസി ആണ്. നയസിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ D3 ആണ്. ആൻഡ് അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് പെലാഗ്ര എന്ന കണ്ടീഷൻ വരുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ക്ലാസിക്കലി അസോസിയേറ്റഡ് വിത്ത് 3 Ds. 3 Ds ആണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഡിസീസസ് ആയിട്ട് വരുന്നത്. ഒന്ന് ഡെർമറ്റൈറ്റിസ്, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ് ഡെർമറ്റൈറ്റിസ്. ദെൻ ഡയറിയ വരുന്നു. ദെൻ ഡിമെൻഷ്യ, ഓർമ്മക്കുറവ് അല്ലെങ്കിൽ മറവി രോഗം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വരുന്നത് എന്തിന്റെ ബേസിസിലാണ്? ഈ പെലാഗ്രയുടെ ഒക്കെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. ആൻഡ് അതർ വൈറ്റമിൻസ് ലിസ്റ്റഡ് കോസസ് ഡിഫറെൻറ്റ് ഡിസീസസ് ലൈക്ക്, എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തൈമിൻ്റെ ഡെഫിഷ്യൻസി ആണ് ബെറിബെറി.
അപ്പം പെലാഗ്ര ഉണ്ട്. പെലാഗ്ര എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ B3 ആയിട്ടുള്ള നയസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഫാറ്റി ലിവർ ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. ഫാറ്റി ലിവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താണ്? ഫാറ്റി ലിവറിൻ്റെ ഏറ്റവും എവിഡൻ്റ് ആയിട്ട് വരുന്ന കാര്യം? ക്വാഷിയോക്കർ ആണോ, മെറാസ്മസ് ആണോ, ബെറിബറി ആണോ, അതോ പ്രഗ്നൻസി ആണോ? ഫാറ്റി ലിവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ക്വാഷിയോക്കർ ആണ്. ഫാറ്റി ലിവർ ഒക്കേഴ്സ് ഇൻ ക്വാഷിയോക്കർ ഡ്യൂ ടു സിവിയർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി. പ്രോട്ടീനിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ക്വാഷിയോക്കർ. അപ്പോൾ പ്രോട്ടീനിൻ്റെ ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ ഫാറ്റ് മെറ്റബോളിസത്തിനെ എഫക്റ്റ് ചെയ്യുന്നു. ആ lack of protein affects the fat metabolism and as a result fat gets accumulated in the liver. ലിവറിൽ ഫാറ്റ് അക്യുമുലേറ്റഡ് ആവുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നു. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. മെറാസ്മസിൽ പക്ഷേ വേസ്റ്റിംഗ് വിത്തൗട്ട് ഫാറ്റി ലിവർ ആണ് കണ്ടുവരുന്നത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫുഡ് റിച്ച് ഇൻ omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ളത് ഏത് ഫുഡിലാണ്? ഫ്രൂട്ട്സിലാണോ, വെജിറ്റബിൾസിലാണോ, നട്ട്സിലാണോ, അതോ മീറ്റിലാണോ? നട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന ബദാം, പിസ്ത അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണോ? ഏതിലാണ് ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ്സ് പ്രസന്റ് ആയിട്ടുള്ളത്? omega-3 fatty acids is mainly present in nuts, especially walnut. ബദാം, പിസ്ത, വാൾനട്ട് പോലെയുള്ള നട്ട്സിലാണ് ഏറ്റവും കൂടുതൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളത്. പിന്നെ ഫിഷിലുണ്ട് omega-3 ഫാറ്റി ആസിഡ്സ്, അതേപോലെ പലതരത്തിലുള്ള സീഡ്സിൽ ഉണ്ട് ഫാറ്റി ആസിഡ്സ്. ആൻഡ് among this given option nuts are the best source. നട്ട്സ് ആണ് ഏറ്റവും ബെസ്റ്റ് സോഴ്സ്, ഈവൻ ദോ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഹാവ് ലിറ്റിൽ എമൗണ്ട് ഓഫ് omega-3 ഫാറ്റി ആസിഡ്സ്. omega-3 ഫാറ്റി ആസിഡ്സ് നട്ട്സ്, ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഓപ്ഷൻസിൽ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും റിച്ച് ആയിട്ട് കണ്ടുവരുന്ന ഏതിലാണ്? നട്ട്സിലാണ്. സോ ആൻസർ ഏതാണ്? നട്ട്സ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് non-formal education is organized, institutionalized, chronologically graded, hierarchically structured. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഇസ് ഓൾവേസ് ഓർഗനൈസ്ഡ്. ഒരു സിസ്റ്റമാറ്റിക് രീതിയിലായിരിക്കും എപ്പോഴും ഫോളോ ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഒരു ഏജ് വൈസ് ഗ്രേഡിങ് അവിടെ വരുന്നില്ല. ക്രോണോളജിക്കൽ ഏജിങ് സിസ്റ്റം അവിടെ വരുന്നില്ല. മാത്രമല്ല ഇറ്റ് ഡസ് നോട്ട് ഫോളോ എനി സ്ട്രിക്ട് ലെവൽസ് ഓർ ഏജ് സിസ്റ്റം ലൈക്ക് ഫോർമൽ സ്കൂളിംഗ്. ഒരു ഫോർമൽ സ്കൂളിംഗ് പോലെ സ്ട്രിക്ട് ലെവൽസോ ഏജ് സിസ്റ്റമോ ഒന്നും അവിടെ ഫോളോ ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ഓർഗനൈസ്ഡ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചിൽഡ്രൻ ഇസ് പ്രൊമോട്ടഡ് ത്രൂ. ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഏത് ടൈപ്പ് ഓഫ് പ്ലേയിലൂടെയാണ്? സോളിറ്ററി പ്ലേയിലൂടെയാണോ, പാരലൽ പ്ലേയിലൂടെയാണോ, സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണോ, അതോ സ്ലീപ്പിങ്ങിലൂടെയാണോ? നമുക്കറിയാം ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഏറ്റവും കൂടുതൽ ഏതിലൂടെയാണ് ഡെവലപ്പ് ചെയ്യുക? സ്റ്റോറി ടെല്ലിങ്ങിലൂടെയാണ്. കഥ പറയുന്നതിലൂടെയാണ് കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് ഏറ്റവും കൂടുതലായിട്ടും ഇംപ്രൂവ്ഡ് ആവുന്നത്. ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സ്റ്റോറി ടെല്ലിംഗ് ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്? വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നു. വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വേർഡ്സ് കുട്ടികൾ കൂടുതലായിട്ട് പഠിക്കുന്നു. ഒരമ്മ കുഞ്ഞിന് സ്റ്റോറി വായിച്ചു കൊടുക്കുമ്പോൾ കുട്ടിയുടെ ലിസണിങ് സ്കിൽസ്, ശ്രദ്ധിക്കാനുള്ള കഴിവ്, കേട്ട് ശ്രദ്ധിക്കാനുള്ള കഴിവ് ഇംപ്രൂവ് ചെയ്യുന്നു. കുട്ടി സ്റ്റോറി പറയുന്നതിലൂടെ സ്പീക്കിംഗ് സ്കിൽസ് ആണ് ഡെവലപ്പ് ആവുന്നത്. ഇതുവഴിയെല്ലാം ഡയറക്റ്റ് ആയിട്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ സ്റ്റോറി ടെല്ലിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റെല്ലാം ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇമ്മ്യൂണൈസേഷൻ ഗിവൺ ടു ചിൽഡ്രൻ അഗെയിൻസ്റ്റ് ട്യൂബർക്യുലോസിസ്. ട്യൂബർക്യുലോസിന് എതിരെയായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഇമ്മ്യൂണൈസേഷൻ ഏതാണ്? BCG ആണോ, DPT ആണോ, MMR ആണോ, HTB ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ദാറ്റ് ഈസ്
BCG vaccine. BCG vaccine is given against tuberculosis. Other vaccines are given for different purposes അല്ലെങ്കിൽ different diseases. DPT ആണെങ്കിൽ ഡിഫ്തീരിയ, പെർട്യൂസിസ്, ടെറ്റനസ് പോലെയുള്ള കണ്ടീഷൻസിനാണ്. MMR എന്ന് പറയുന്നത് മീസിൽസ്, മംസ്, അതേപോലെ തന്നെ റുബെല്ല പോലെയുള്ള കണ്ടീഷൻസിനാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. സോ BCG വാക്സിൻ ആണ് ട്യൂബർക്യുലോസിസിനെതിരെയായിട്ട് കൊടുക്കുന്നത്. Which among the following is not present at the time of birth? ബർത്തിന്റെ ടൈമിൽ കണ്ടുവരാത്ത റിഫ്ലെക്സ് ഏതാണ്? റൂട്ടിംഗ് റിഫ്ലെക്സ് ആണോ, സക്കിംഗ് റിഫ്ലെക്സ് ആണോ, മോറോ റിഫ്ലെക്സ് ആണോ, നീജർക്ക് റിഫ്ലെക്സ് വിത്ത് വെൻ ടാപ്ഡ് ആണോ? ഇപ്പൊ റൂട്ടിംഗ് റിഫ്ലെക്സ് എന്തായിരുന്നു? റൂട്ടിംഗ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ മൗത്തിൽ എവിടെയെങ്കിലും, മൗത്തിന്റെ സൈഡിൽ എവിടെയെങ്കിലും വിരലോടിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ തല ആ സൈഡിലേക്ക് നീക്കുകയും, സക്കിംഗ് റിഫ്ലെക്സ് പോലെ കുട്ടി ഫീഡിങ്ങിന് വേണ്ടിയിട്ട് പ്രോംപ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു റിഫ്ലെക്സ് ആണ് റൂട്ടിംഗ് റിഫ്ലെക്സ്. സക്കിംഗ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിംഗർ വായിൻ്റെ അടുത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോറോ റിഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൗഡ് നോയ്സ് കേട്ട് കഴിഞ്ഞാൽ ആംസും ലെഗ്സ് ഒക്കെ ഫാൻ ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. നീജർക്ക് റിഫ്ലെക്സ് ടാപ്പ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ടും ഉണ്ടാവുന്നത്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരിക. റൂട്ടിംഗ്, സക്കിംഗ് ആൻഡ് മോറോ റിഫ്ലെക്സസ് ആർ പ്രിമിറ്റീവ് റിഫ്ലെക്സസ്. ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന റിഫ്ലെക്സസ് ആണ് റൂട്ടിംഗ്, സക്കിംഗ് ആൻഡ് മോറോ റിഫ്ലെക്സ്. പക്ഷെ നീജർക്ക് റിഫ്ലെക്സ് ലേറ്റർ സ്റ്റേജസ് ഓഫ് ലൈഫിലാണ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് നിയോനേറ്റൽ, അതായത് നിയോനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ച് 2 ആഴ്ച വരെയുള്ള കാലഘട്ടത്തിൽ അല്ല കുഞ്ഞിന് ഈ പറയുന്ന റൂട്ടിങ്, നിയോനേറ്റൽ പീരീഡിൽ ഈ പ്രിമിറ്റീവ് റിഫ്ലെക്സ് ആയിട്ട് നീജർക്ക് റിഫ്ലെക്സ് കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Physical and psychological readiness of the children to enter school is necessary as it is. ഫിസിക്കലും സൈക്കോളജിക്കലും ആയിട്ടുള്ള ഒരു റെഡിനെസ് കുഞ്ഞിന് സ്കൂളിൽ പ്രവേശിക്കുവാൻ വേണ്ടി ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് എഫക്ട്സ് ദി പാരൻസ് എക്കണോമിക് കപ്പാസിറ്റി ആണോ, എസ്തെറ്റിക് വാല്യൂ അതായത് ബ്യൂട്ടിഫൈങ് വാല്യൂസ് ഇംപ്രൂവ് ചെയ്യാനാണോ, അല്ലെങ്കിൽ എഫക്ട്സ് ഹിസ് പേഴ്സണാലിറ്റി ആണോ, അല്ലെങ്കിൽ എഫക്ട്സ് ഹിസ് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണോ? ഏതാണ് ആൻസർ ആയിട്ട് വരിക? സോ ദ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അതായത് എഫക്ട്സ് ഹിസ് പേഴ്സണാലിറ്റി. ഫിസിക്കലിയും സൈക്കോളജിക്കലും റെഡി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, സ്കൂളിൽ എൻ്റർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവൻ്റെ പേഴ്സണാലിറ്റീനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. School readiness, physical and psychological, affects the child's confidence, behavior and ability to adjust, which are key parts of personality development. ഒരു കുട്ടിയുടെ കോൺഫിഡൻസിനെ അല്ലെങ്കിൽ ഒരു ബിഹേവിയറിനെ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ റെഡിനെസ് ആണ്. അത് സ്കൂൾ റെഡിനെസ്സിൻ്റെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു. മറ്റുള്ള ഓപ്ഷൻസ് ഒന്നും തന്നെ റെഡിനെസ്സിനെ ഡയറക്റ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് എഫക്ട്സ് ഹിസ് പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മുടെ കുറച്ച് പ്രീ-IQ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കീപ് വാച്ചിങ് മാസ്റ്റർ കീ അക്കാഡമി ക്ലാസ്സസ്. താങ്ക് യു സോ മച്ച്.